ഹായ് ഗെയ്സ്, നോർത്ത് ഇന്ത്യൻ ഡിഷായ പോഹ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ വെള്ളക്കളറിൽ നാട്ടിലൊക്കെ കിട്ടിവരുന്ന ഈ അവലാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറികളൂടെ ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു അവലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നാട്ടിലൊക്കെ ഇത് കിട്ടാറുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടിയാണ് നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ അവലിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് കഴുകിയെടുക്കുന്നത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം തന്നെ അതിനെ ഡ്രെയിൻ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. വെള്ളാംശം പിന്നെ കാണാനേ പാടില്ല. പിന്നീട് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം കുറച്ച് കപ്പലണ്ടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു ഓപ്ഷനിലാണ്. അതായത് കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ്. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാവുന്നതാണ്. അന്നും ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനി വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുറച്ച് പച്ചമുളകും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ അധികം മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുക. പിന്നീട് അതിന് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അടച്ച് വെക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത് എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഡയറക്റ്റ് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന പോഹ അതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചത് കൊണ്ട് അതിട്ടിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുന്നത് വളരെ പതിയെ വേണം നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ, അതായത് ഒരു അരമുറി നാരങ്ങ യുടെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഈ മിക്സിനെ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നേരത്തേക്ക് അതിനെ ഒന്ന് കവർ ചെയ്ത് അടച്ച് വെക്കുക. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള പോഹ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ്.